ഹായ് ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡിൻ്റെ കുറേ പൂക്കളും അതുപോലെ തന്നെ ലൈവ് പ്ലാന്റ്സുമാണ്. ഹാൻഡ് മെയ്ഡ് ഫ്ലവർ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് ചക്കേരിയുടെ തൊലിയുടെ പൂക്കളാണ്. അതുപോലെ തന്നെ എല്ലാം ക്ലോത്ത് തുണിയും കൊണ്ടുള്ള പൂക്കളാണ്, കമ്പിയിൽ ചെയ്ത. ഇതെല്ലാം ക്ലോത്തിൻ്റെ ഫ്ലവറാണ്. നമുക്ക് വാഷ് ചെയ്ത് വെക്കാവുന്നതാണ്. എത്ര വർഷം വേണേലും ഇരുന്നോടും. നിങ്ങൾക്കിത് വാങ്ങിച്ചാൽ ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് നിങ്ങൾക്കപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഇത് സെറ്റ് ചെയ്യുന്ന രീതികളും എല്ലാം. അതുകൊണ്ട് ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ്. അതുകൊണ്ട് DTDC പ്രൊഫഷണൽ കൊറിയറായിട്ട് ഞാൻ അയച്ചു തരും. ഇത് സെറാമിക്കിൻ്റെ പോട്ടിൽ ചെയ്ത സിൽക്കിൻ്റെ തുണിയുടെ റോസാപ്പൂക്കളാണ്. ഈ റോസ് ഫ്ലവറും അതുകൊണ്ട് തന്നെ വെൽവെറ്റിൻ്റെ ഈ ബഡ്സ് ഇതൊക്കെ വർഷങ്ങളോളം നിൽക്കും. നമുക്ക് അഴുക്ക് പറ്റിയാൽ എല്ലാം നമുക്ക് നീറ്റാക്കാവുന്നതാണ്. പാളയുടെ പൂക്കളാണിത്. പാളയുടെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ഫ്ലവേഴ്സും ചക്കേരിയുടെ തൊലി പാഴ്വസ്തുക്കളുടെയൊക്കെ നമുക്ക് ഒരുപാട് സെയിലിനായിട്ടുണ്ട്. ബാമ്പൂവിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടീപ്പോടെ പുറത്തൊക്കെ ഒരു അലങ്കാരമായിട്ട് വെക്കാം. സാധാരണ ഇത് നമുക്ക് പ്ലാസ്റ്റിക് പൂക്കളല്ല, കടയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ലല്ലോ. ഹാൻഡ് മെയ്ഡ് ആകുമ്പോൾ അതിൻ്റേതായ ഒരു മനോഹാരിത ഉണ്ടായിരിക്കും, അതിൻ്റേതായ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് എപ്പോഴായാലും നല്ല സൂപ്പർ ഫ്ലവേഴ്സാണ്. നിങ്ങൾക്ക് വേറെ എങ്ങൊന്നും വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ വീട്ടിലിരിക്കുകയും ചെയ്യും. ഹാങ് ചെയ്തിടാവുന്നതും എല്ലാം ഉണ്ട്. എല്ലാം ബാമ്പൂവിലൊക്കെ തീർത്തതാണ്. ഇതിൻ്റെ ബേസ് എല്ലാം ബാമ്പൂവും സെറാമിക്കും എല്ലാമാണ്. പ്ലാസ്റ്റിക് ഐറ്റം ഒന്നും തന്നെയും ഇല്ല. അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടാൽ അതിൻ്റെ പ്രൈസും എല്ലാം 50 രൂപ തൊട്ടുണ്ട് നമുക്ക് അവൈലബിളായിട്ട്. അതുപോലെ ഹാങ് ചെയ്തിടാവുന്ന ബാമ്പൂവിൽ തീർത്തതാണിത്. ഇനി നമുക്ക് കുറേ ലൈവ് പ്ലാന്റ്സ് കാണാം. ഇതെല്ലാം ട്രെസീനിയ പ്ലാന്റ്സ് ആണ്. ട്രെസീനിയ പ്ലാന്റ്സിൻ്റെ 20-ൻ്റെ ഉണ്ട്, 25-ൻ്റെ ഉണ്ട്, 30-ൻ്റെ ഉണ്ട്, 40-ൻ്റെ ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള പിങ്ക് കളറൊക്കെ വരുന്നതിനാണ് 30-40 ഒക്കെ വില വരുന്നത്. എനിക്കെല്ലാവർക്കും DTDC ചാർജ് അടയ്ക്കുന്നതിൻ്റെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ ഫ്ലവർ ഈ പ്ലാന്റ് എനിക്ക് വെക്കണമെന്നുണ്ട്. പക്ഷേ DTDC ചാർജ് മുഖേന എല്ലാവർക്കും ഒരു വിഷമസ്ഥിതിയായിട്ടിരിക്കുകയാണ്. DTDC ചാർജ് ഞാൻ എടുക്കുന്നതല്ല, അത് നമ്മൾ പ്രൊഫഷണൽ കൊറിയർ ചാർജ് ആയാലും അവിടെ അതിൻ്റെ ഓഫീസിൽ നമ്മൾ ബില്ല് പേ ചെയ്യുന്നതാണ്. ആ പൈസ എന്തായാലും നിങ്ങൾ എനിക്ക് തരണം. അല്ലാതെ എൻ്റെ എഫേർട്ടിന് നിങ്ങളാരും പൈസ ഒന്നും തരണ്ട. ഞാൻ ഇവിടെ എൻ്റെ അടുത്തൊന്നുമല്ല, 12, 13, 15 കിലോമീറ്ററൊക്കെയാണ് DTDCയും പ്രൊഫഷണൽ കൊറിയറും ഒക്കെ അതിൻ്റെ ഓഫീസ്. അവിടം വരെ ഞാൻ പെട്രോൾ അടിച്ചാണ് പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ബൈൻഡൊക്കെ ഞാൻ ആക്രി വിലയ്ക്കാണ് ഇതെല്ലാം എടുക്കുന്നത്. നമ്മുടെ ഫാൻസി കടയിലൊക്കെ അത് ആക്രി കടയിലേക്ക് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നത് ഞാൻ പൈസ കൊടുത്താണ്. അതെല്ലാം പാക്ക് ചെയ്യുന്നതിനും ടേപ്പ് വാങ്ങിക്കുന്നതിനും ഒക്കെ ഒരുപാട് ചിലവുണ്ട്. ഞാൻ അതൊന്നും എൻ്റെ എഫർട്ടിനൊന്നും ഞാൻ എടുക്കുന്നില്ല. DTDC അധികം വരുമ്പോൾ ഇപ്പോൾ 1 കിലോ കഴിഞ്ഞുള്ള തൂക്കം വരുമ്പോൾ 10, 20, 100 ഗ്രാമിന് അങ്ങനെ അത് നമുക്ക് ബില്ല് അവിടെ പേ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് സാധനം വീട്ടിലെത്തണ്ടേ. നമ്മൾ DTDCയുടെ എന്തെങ്കിലും വരും. നമ്മൾ വെയിറ്റ് കുറഞ്ഞ പ്ലാന്റ്സാണ് ഞാൻ ഫ്രീ പ്ലാന്റ്സായിട്ട് വെക്കുന്നത്. കാരണം അതിന് DTDC ചാർജ് ആയിന്ന് നിങ്ങൾ ഒരിക്കലും പറയണ്ട. നിങ്ങൾ വാങ്ങിക്കുന്ന ഫ്ലവറിൻ്റെ DTDC ചാർജ് ചെയ്യണം. എനിക്ക് ഒരുപാട് ചെടി പ്ലാന്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെക്കണമെന്നുണ്ട്. എന്ത് ചെയ്യാം, DTDCയുടെ പ്രശ്നം കൊണ്ടാണ്. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. DTDC പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ 1-ന് 2 പ്ലാന്റ്സ് വീതം ഞാൻ വെക്കാം, കുഴപ്പമില്ല. ഹെലിക്കോണിയുടെയൊക്കെ 1-ന് 2 പീസൊക്കെ വെക്കുന്നുണ്ട് ഞാൻ. അത് നേരത്തെ ചോദിക്കുന്നു. നിങ്ങൾക്ക് ടെറസിൻ്റെ മുകളിലെ കൃഷി രീതിയിൽ എളുപ്പമാർഗ്ഗമുള്ള ഞാൻ കൃഷി ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പിന്നീട് അടുത്തൊരു വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ലാഭകരമായിട്ട് ഒരു പൈസയും കൊടുത്ത് വാങ്ങിക്കേണ്ടാത്ത ഒരു കാര്യമുണ്ട്. അതായത് പ്ലാന്റ്സൊക്കെ വെയിറ്റ് ഇല്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആ രീതി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഒരു വീഡിയോസുമായിട്ട് ഞാൻ വരും. അതുകൊണ്ട് തന്നെ വളം, നമ്മൾ വീട്ടിൽ വെക്കുന്ന ഒരു പ്ലാന്റ്സിനും രാസവളങ്ങളൊന്നും തന്നെയും വേണ്ട. കാരണം ചിലർ ചോദിക്കുന്നതാണ് രാസവളത്തിൻ്റെ ഏതെങ്കിലും ഒന്ന് പേര്. പിന്നെ എല്ലുപൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലുപൊടി നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സൊക്കെ വെക്കുന്നതിനൊക്കെ നമുക്ക് ഇച്ചിരി എല്ലുപൊടി മിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലുപൊടിയും ഞാനിതൊന്നും ചെയ്യാറില്ല. ഫ്രൂട്ട്സ് ഐറ്റങ്ങൾക്കൊക്കെ എല്ലുപൊടിയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അല്ലാതെ ചെടികൾക്കൊന്നും ഒരു വളവുമില്ല. ഞാൻ ചെയ്യുന്ന വളം എന്താണെന്ന് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഒരു ചിലവുമില്ലാതെയുള്ള വളങ്ങൾ. കാരണം നിങ്ങൾ വിചാരിക്കും, പിന്നെ പൈസ കൊടുത്തൊക്കെ വളങ്ങൾ വാങ്ങിക്കണം. അതൊന്നും വേണ്ട. നമുക്ക് ലാഭകരമായ രീതിയിൽ പ്ലാന്റ്സ് എങ്ങനെ വളർത്താമെന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെന്നും എന്നെ ഇനി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി എന്നും ഓരോ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്.
എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ക്രോട്ടൺ പ്ലാന്റ്സ് നല്ല അടിപൊളിയായിട്ട് വെട്ടിവിടുന്ന രീതി ഞാൻ ഈ ലാസ്റ്റ് ആ ക്രോട്ടൺ പ്ലാന്റ്സ് ഞാനിവിടെ എൻ്റെ വീട്ടിൽ വെട്ടിവിട്ടേക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിലിടുന്നുണ്ട്. നമുക്ക് ഒരു 3 തൈയൊക്കെ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് ഈ ക്രോട്ടൻ്റെ പ്ലാന്റ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 തൈ ഒരു മൂട്ടിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കങ്ങനെ പെട്ടെന്നാക്കിയെടുക്കാം. അതല്ല എങ്കിൽ ഒറ്റ പ്ലാന്റ്സ് വെച്ചിട്ട് ഇത് കിളിർത്ത് വരുന്നതനുസരിച്ച് നമുക്ക് തിക്കായിട്ട് വളർത്തുന്ന ഒരു രീതിയുണ്ട്. അത് ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കാം. അതിൻ്റെ ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇഷ്ടമുള്ള പ്ലാന്റ്സിൻ്റെ ഹാൻഡ് മെയ്ഡ് ഫ്ലവർ ആയാലും സ്ക്രീൻഷോട്ട് ഇടുക. അതേ പ്ലാന്റ്സ് തന്നെ ഞാൻ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും തുടർന്നുള്ള ഓരോ വീഡിയോസും കണ്ട് നല്ല കമൻസ് ഇടുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, നല്ല കമൻസുകൾ ഇടുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഞാൻ നല്ലൊരു വീഡിയോസുമായിട്ട് വരും. അതിന് ലാസ്റ്റായിട്ട് ഞാൻ ക്രോട്ടൻ്റെ വെട്ടിയിട്ടിരിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്. ലാസ്റ്റത്തെ ഒരു ക്രോട്ടൺസ് യെല്ലോയും ഗ്രീനൂടെ കലർന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് വെട്ടിവിട്ടിരിക്കുന്നത്. അതുപോലെ എല്ലാം ലോ കോസ്റ്റ് പ്ലാന്റ്സ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടാവുന്നതാണ്. ഫോൺ നമ്പർ ഇതിനോടൊപ്പം തന്നെ ഞാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. അല്ല, കമൻറ്റിനകത്ത് എഴുതിയിട്ട് എൻ്റെ ഫോൺ ഹാങ് ആകുന്നതിനാൽ കമൻറ്റിനൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല. നിങ്ങൾ വാട്സാപ്പിൽ എന്നെ വിളിക്കുക. വാട്സാപ്പിൽ വിളിച്ചാൽ അതുകൊണ്ട് തന്നെ നേരത്തെ ഇട്ട പ്ലാൻസുകളൊന്നും കുറച്ചൊക്കെ ഉള്ളൂ. നേരത്തെ ഉള്ളതൊന്നും എല്ലാം ഒന്നുമില്ല. അതെല്ലാം എടുത്ത് വീണ്ടും ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിടരുത്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലുള്ള പ്ലാൻസുകൾ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിടുക. ആദ്യമായിട്ടുള്ളത് എല്ലാം വീഡിയോ സെയിലായി പോയതാണ്. കാരണം നമുക്ക് ഇനി അവൈലബിളായിട്ടുള്ള പ്ലാൻസുകളാണ് ഞാൻ വീഡിയോസിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. പഴയ വീഡിയോസ് വീണ്ടും എടുത്തിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട. അതുപോലെ പ്ലാൻസിൻ്റെ ഡേറ്റ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ്. ഞാൻ തിങ്കളാഴ്ച എല്ലാം നമ്മുടെ ദൂരോട്ടുള്ള പ്ലാൻസുകളൊക്കെ സെയിൽ ചെയ്യും. ദിവസം തന്നെ ഞാൻ അടുത്തുള്ളതെല്ലാം ചൊവ്വ ബുധൻ അയച്ച് അന്നേരം തിങ്കളാഴ്ച തന്നെ അയച്ച് തന്നില്ല എന്നൊന്നും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ഇൻഷാ അല്ലാഹ്. ബൈ.